ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോസ് വരുന്നത് മുംബൈയിൽ നിന്നാണ്. ഇതിപ്പോൾ ഞാൻ ഉള്ളത് ഇവിടെ ഘാട്ട്കോപ്പർ റെയിൽവേ സ്റ്റേഷനിലാണ്. ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ് ഘാട്ട്കോപ്പർ ഈസ്റ്റ്. ഇവിടെ ഘാട്ട്കോപ്പറിൽ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാം. ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികം നമുക്ക് ഫ്ലൈറ്റ് കാണാം, അധികം ലാൻഡ് ചെയ്യുന്ന കാണാം. കാരണം ഇവിടെ അന്തേരി അടുത്ത, അതുപോലെ സാന്റാക്രൂസ് ഇന്റർനാഷണൽ എയർപോർട്ടും അടുത്തോ. അപ്പോൾ ഞാൻ ഘാട്ട്കോപ്പർ റെയിൽവേ സ്റ്റേഷൻ്റെ വാക്ക് വേ ഉണ്ട്. വാക്ക് വേ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഒന്ന് പോയി നോക്കാം. അപ്പം ഘാട്ട്കോപ്പർ റെയിൽവേ സ്റ്റേഷൻ ഘാട്ട്കോപ്പർ ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഈസ്റ്റിലായില്ല. വാക്ക് വേ അപ്പുറത്തെ സൈഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ വെസ്റ്റായി. അപ്പോൾ നമുക്ക് നോക്കാം ഘാട്ട്കോപ്പർ ഈസ്റ്റ്. ആംബുലൻസ് പോകുന്നതുകൊണ്ട് ഭയങ്കര ഒച്ച. സമയം വൈകുന്നേരം 4 മണിയായി, അതുകൊണ്ട് തിരക്ക് കൂടി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല തിരക്കായി. ഇതിപ്പോൾ ബോർഡ് കണ്ടോ, ഘാട്ട്കോപ്പർ ഈസ്റ്റ്. ഓട്ടോയും തിരക്കും കണ്ടോ, വാഹനത്തിന്റെ തിരക്ക്. നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഘാട്ട്കോപ്പറിന്റെ പുറത്താണിത്. അടുപ്പിച്ച് ഒരു മോളുണ്ട്, നീലിയോഗ് മോള്, പിന്നെ ഒരു ബിസിനസ് പ്ലാസ, സായി പ്ലാസ. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ഘാട്ട്കോപ്പറിൽ പ്രോപ്പർട്ടിക്കും വില കൂടുതലാണ്. മുംബൈയിലാണ് ഘാട്ട്കോപ്പർ. ഏതായാലും റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. പണി നടന്നുകൊണ്ടിരിക്കുക റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എസ്കലേറ്റർ ഉണ്ട്. അല്ലെങ്കിൽ അധികവും നമ്മൾ 2 സൈഡിലും എസ്കലേറ്റർ ഉണ്ട്. അല്ലെങ്കിൽ അധികവും നമ്മൾ സ്റ്റേഴ്സ് എടുക്കേണ്ടി വരുന്നുണ്ട്. എസ്കലേറ്റർ ഇല്ലോണ്ട് കുറച്ചും കൂടെ എളുപ്പം. നമുക്ക് ഈസ്റ്റിലാണ് പോകേണ്ടത്. അല്ല, ഇതിപ്പോൾ നമ്മളില്ലത് ഈസ്റ്റിലാണ്, വെസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ വെസ്റ്റായി. ബോംബെയിലധികം എല്ലായിടത്തും ഈസ്റ്റും വെസ്റ്റും ഉണ്ട്. അപ്പോൾ എവിടെയാണ് പോകേണ്ടതെന്ന് നിങ്ങൾ ലോക്കലിൽ ഒന്ന് നോക്കേണ്ടി വരും, ഈസ്റ്റാണോ വെസ്റ്റാണോ എന്ന്. ഇപ്പം ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക. സമയം 4:15. ബോംബെയിലാകുമ്പം റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, ബസ് ഉണ്ട്, എല്ലാം കണക്റ്റഡാ. ഘാട്ട്കോപ്പർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വെസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റെയർസ്, അതായത് താഴോട്ട് പോകുന്നതിൽ ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റെയർസ് നേരെ കയറി ചെല്ലുന്നത് ഘാട്ട്കോപ്പർ മെട്രോയിലേക്കാണ്. ഇപ്പോൾ ബോംബെയിൽ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഘാട്ട്കോപ്പറിന്ന് അന്തേരി, മീറ റോഡ് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് മാനേജ് ചെയ്യുന്നത് റിലയൻസ് ആണ്, മെട്രോ മാനേജ് ചെയ്യുന്നത് ഇവിടെ ബോംബെയിൽ. ആ കാണുന്നതാണ് മെട്രോന്റെ ഗേറ്റ്. മെട്രോയിലേക്ക് ഞാൻ പോകുന്നില്ല, വേറൊരു ദിവസം പോകുമ്പം മെട്രോന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. മെട്രോയിൽ നല്ല തിരക്കാണ്. കാരണം ഇവിടെ ഈ അന്തേരി, ഘാട്ട്കോപ്പർ ഈ ഏരിയയിലെല്ലാം ഓഫീസുകൾ കുറേ ഉണ്ട്. അപ്പോൾ മെട്രോയിലെല്ലാം നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് പറയണമെന്നില്ല. ഇതിപ്പോൾ ലോക്കൽ സ്റ്റേഷനിൽ നേരെ കണക്ട് ചെയ്യാം മെട്രോയിലേക്ക്. അപ്പോൾ അതാണ് ഈ കാണുന്ന മെട്രോൻ്റെ എൻട്രൻസ്. നേരെ പോയി കഴിഞ്ഞാൽ മെട്രോ ആയി. ഇവിടെ കുറച്ച് ഫുഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഏതായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന ഘാട്ട്കോപ്പർ വെസ്റ്റിലേക്ക്. ഫ്ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാണാം, നോക്കട്ടെ. ഇപ്പോൾ കാണുന്നില്ല, നോക്കട്ടെ. ഞാൻ വന്നത് ഇതിപ്പോൾ ആ ബിൽഡിംഗ് കാണുന്നില്ല അവിടെ,
ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഞാൻ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ആ വാക്ക് വേ, ഈ കാണുന്ന വാക്ക് വേ, അതിലേക്കൂടെ ക്രോസ് ചെയ്ത് എസ്കലേറ്റർ എടുത്തിട്ടാണ് വന്നത്. ഫ്ലൈറ്റുകൾ അവിടുന്ന് ഇങ്ങോട്ടാണ് വരിക. ഇതന്നെ വാക്ക് ബനാ रहे हैं. ओ एंट्री दिखा रहे, बाहर का नहीं दिखा. ओ आगे नहीं लेगा, इधर ले सकता है ना, इधर नहीं लेगा. ले വീഡിയോ മെട്രോന്റെ ഭാഗത്ത് എടുക്കരുതെന്നാ പറഞ്ഞ. അപ്പോൾ നമുക്ക് അവിടെ വേണ്ട, നമുക്ക് ഫ്ലൈറ്റ് ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കാം. ഈ വഴി ഇങ്ങോട്ടാ വരിക, അവിടുന്ന് ഇങ്ങോട്ടേക്കാ ഫ്ലൈറ്റ് വരിക. നോക്കാം. നേരത്തെ ഇൻഡിഗോ, എയർ ഇന്ത്യ എല്ലാം വരുന്നുണ്ട്. ഇനി നോക്കാം. ആ താഴെ കാണുന്നത് ലോക്കൽ ട്രെയിനിൻ്റെ ട്രാക്കാണ്, ലോക്കൽ ട്രെയിൻ സ്റ്റേഷനാണ് താഴെ കാണുന്നത്. പിന്നെ മുകളിലോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാ, മെട്രോ ഇല്ല. നല്ല സംവിധാനമാണ് ഇവിടെ ബോംബെയിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും ട്രെയിനുണ്ട്, ബസ്സുണ്ട്, പിന്നെ ഓട്ടോ ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് യാത്ര സുഖമാണ്. പക്ഷെ പുറത്തിറങ്ങുമ്പോഴേക്കും നല്ല തിരക്കാണ്. ചിലപ്പം ബസ്സിനെല്ലാം ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരും, ലൈന് നിൽക്കേണ്ടി വരും, ഓട്ടോ ബസ്സെല്ലാം പിടിക്കാൻ വേണ്ടി. ഒച്ച കേട്ടിട്ട് നോക്കിയതാണ് ട്രെയിനിൻ്റെ. നോക്കട്ടെ, ഫ്ലൈറ്റ് ഏതെങ്കിലും വരാനാണ് കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം അടുത്ത വെസ്റ്റിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ ഇപ്പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വെസ്റ്റായി. വെസ്റ്റിൽ ഈസ്റ്റിനെക്കാട്ടിയും തിരക്ക് കൂടുതലാണ്. ഇതാണ് വെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, ഘാട്ട്കോപ്പർ വെസ്റ്റ്. വെസ്റ്റ് ഈസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വെസ്റ്റ് കണ്ടില്ലേ നിങ്ങൾ, കുറച്ച് പഴയതുപോലെയാണ്. ഇവിടെ ഈസ്റ്റിൽ കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളായി കുറച്ച് പുതിയതുപോലെയാണ് ഈസ്റ്റിലില്ലേ. അപ്പോൾ ഇതാണ് ഘാട്ട്കോപ്പർ വെസ്റ്റ്. എല്ലാ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ മാർക്കറ്റ് സ്റ്റേഷനോട് തൊട്ടിട്ട് തന്നെയാണ്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം 4:30 മണിയായി, 5 മണിയെല്ലാം ആകുമ്പം പിന്നെ ഭക്ഷണത്തിൻ്റെ ചായ, കാപ്പി, സ്നാക്സ്, പാനിപ്പൂരി, ഇങ്ങനെയുള്ള എല്ലാത്തിനും തിരക്ക്. ഇതിപ്പോൾ റൈറ്റിൽ കണ്ടോ, ബസ്സിൻ്റെ ക്യൂവാ. അതാ ഞാൻ പറഞ്ഞു, ചിലപ്പം ബസ്സിനെല്ലാം നല്ല ക്യൂ ഉണ്ടാവും. ക്യൂ കണ്ടോ നീണ്ടു പോന്ന്. അപ്പം ബസ് നമ്പർ അനുസരിച്ചിട്ട് വേണം കാത്തിരിക്കാൻ. ഇതിപ്പോ ഇവിടെ കരിമ്പ് ജ്യൂസിന്റെ തിരക്കാ. അതെന്താ ഇങ്ങനെ തിരക്ക് ഇവിടെ? കരിമ്പ് ജ്യൂസ് അല്ല, ജ്യൂസ് സെന്ററിന്റെ തിരക്കാ. ഏതെടുത്താലും 20 രൂപ. മാംഗോ കോക്ടെയിൽ, അഫ്ലാത്തൂൺ, ആപ്പിൾ. ഇതിപ്പോ മാംഗോ ജ്യൂസിന്റെ തിരക്കാ. തൊട്ടടുത്ത് തന്നെ ഒരു വടപ്പാവ്, അത് ഇത് നീമ്പു സർബത്ത്, അതാ തിരക്ക്. റെയിൽവേ സ്റ്റേഷന്റെ എക്സിറ്റ് എൻട്രി. ഇവിടെ അങ്ങനെ വലിയ ഇതില്ല. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ് പുതുക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെയെല്ലാം പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അധിക റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുക. ഘാട്ട്കോപ്പറിൽ പ്രോപ്പർട്ടിക്കെല്ലാം നല്ല വിലയാണ്, നല്ല പൈസയാണ് ഘാട്ട്കോപ്പറിൽ. അപ്പോൾ ഇതാണ് ഘാട്ട്കോപ്പർ റെയിൽവേ സ്റ്റേഷൻ ഏരിയ. കൂടുതൽ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, കാരണം തിരക്കായി തുടങ്ങി. 4:30 മണി കഴിഞ്ഞ് ഇനിയിപ്പം ഓഫീസെല്ലാം വിട്ട് എല്ലാവരും വീട്ടിൽ പോകേണ്ട തിരക്കാവും. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഇല്ല ഘാട്ട്കോപ്പറും. അടുത്തത് നമുക്ക് കുർള, ബാൻഡ്ര നോക്കി നടക്കട്ടെ, അല്ലേ വല്ല ഓട്ടോ വീട്ടുകാരും തട്ടും.
അടുത്ത് നമുക്ക് കുർള, ബാൻഡ്ര, അന്തേരി, ഗോരേഗാവ് ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്യാം. മെയിനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസ്റ്റും വെസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് ബോംബെ പിടുത്തം കിട്ടും. അപ്പോൾ ഇന്ന് ഘാട്ട്കോപ്പർ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്ന. പിന്നെ പോകാനാണെങ്കിൽ ഒരുപാട് നടക്കാനും ഒരുപാട് വണ്ടിയെല്ലാം പോകാനുണ്ട്. ഇതാണ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഭാഗം. മാർക്കറ്റും കാര്യങ്ങളിലും ഇവിടെ തന്നെ ഇല്ല. CST എല്ലാം ഞാൻ ഇതിന് മുമ്പേ കാണിച്ചിട്ടുണ്ട്. എന്നാലും അവിടെയില്ല മാർക്കറ്റ്, ക്രോഫോർഡ് മാർക്കറ്റ്, പിന്നെ മുഹമ്മദ് അലി റോഡ്, ഇതെല്ലാം ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഘാട്ട്കോപ്പർ ഈ വെസ്റ്റിൽ നിന്ന് തിരിച്ച് ഈസ്റ്റിലേക്ക് പോട്ടെ. ഇവിടെയുള്ള മെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മെയിന് നല്ല തിരക്കില്ല. ട്രെയിന് മാറിക്കയറാൻ പറ്റിയ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്കും പല റൂട്ടിലേക്കും ട്രെയിന്, പല ലൈനിലേക്കും ട്രെയിന് മാറിക്കയറാൻ പറ്റിയ സ്ഥലങ്ങൾ കുർള, ദാദർ, ബാൻഡ്ര, CST ഇങ്ങനെയുള്ള സ്റ്റേഷൻ, മുംബൈ സെൻട്രൽ ഇങ്ങനെയുള്ള സ്റ്റേഷനില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേഷനിലെല്ലാം നല്ല തിരക്കാണ്. ഇവിടെയുള്ള തിരക്കൊന്നുമല്ല, ഇതിലും നല്ല നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് എസ്കലേറ്റർ എടുത്ത് ഇവിടുന്ന് പോവാം. അപ്പം ഘാട്ട്കോപ്പറിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മെട്രോ ഉണ്ട്. മെട്രോയിൽ തിരക്കാണ്, ഇടിയാണ് മെട്രോയിൽ. അപ്പോൾ രണ്ട് സൈഡിലും ക്യൂ നിൽക്കുന്ന, ഈ സൈഡിൽ ക്യൂ നിൽക്കുന്ന ഇത് ബസ്സിൻ്റെ ക്യൂവാണ്. ഇങ്ങനെയാണ് ബോംബെ, മുംബൈ. ഈ കാണുന്ന ബസ് നമ്പർ അനുസരിച്ചിട്ടുള്ള ക്യൂവാണ്. നമ്മൾ എക്സ്പ്രസ് ട്രെയിന് വേറെ തന്നെ ലൈനിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫുട്പാത്ത് മുഴുവൻ ഇങ്ങനെ കയ്യേറിയിരിക്കുക. ഓരോ സാധനം വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ ഫുട്പാത്തിലാണ്. ചെറിയ പൈസ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഓരോരുത്തർ മേടിക്കും. രാഷ്ട്രീയക്കാരായ ഏരിയയിലെ കോർപ്പറേറ്റർ ആൾക്കാർ വന്ന് മേടിച്ചു കൊണ്ടുപോകും. മുനിസിപ്പാലിറ്റി ചെക്കിങ് എന്തെങ്കിലും വന്നാൽ ഇതെല്ലാം സാധനമെല്ലാം കെട്ടിപ്പെറുക്കി എവിടെയെങ്കിലും ഓടും. പോയി കഴിഞ്ഞാൽ തിരിച്ച് പിന്നെയും അവരവിടെ വെക്കും. ഇങ്ങനെയൊക്കെയാണ് ബോംബെയിലെ കാര്യങ്ങൾ. ഏതായാലും എസ്കലേറ്റർ കയറി നേരെ ഈസ്റ്റിലേക്ക് തന്നെ പോട്ടെ. ഈസ്റ്റിൽ നിന്നാണ് വന്നത്. ഇനി 4:30 മണിയായി. 5 മണിയെല്ലാം ആകുമ്പോൾ നല്ല തിരക്കിപ്പോൾ കണ്ട. ഓരോ മിനിറ്റ് കൂടുമ്പോൾ തിരക്കിങ്ങനെ കൂടും. ആൾക്കാർ മെട്രോ ഇറങ്ങി നേരെ ലോക്കലിൽ കയറി. കണ്ടോ, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ല തിരക്കല്ല, അതിലും നല്ല തിരക്കായി, റഷായി. രണ്ട് സൈഡിലും പ്ലാറ്റ്ഫോമുകളാണ്. രണ്ട് സൈഡിലും പ്ലാറ്റ്ഫോമാണ്. ഓരോ എക്സിറ്റ് പ്ലാറ്റ്ഫോമിലേക്ക്. ഇതിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 4, ആ റൈറ്റും ലെഫ്റ്റും. ഇപ്പോൾ എവിടെ പോയാലും പാനിപൂരി. ഇതിപ്പോൾ ഈ കാണുന്നത് ഡാബേലി പാവ് ഭാജീൻ്റെ വേറെ ഒരു ടൈപ്പ് സാധനം. ഏകദേശം സെയിം തന്നെ, പക്ഷെ ചെറിയ കടലൊക്കെ എല്ലാം ആയിട്ട് ഡാബേലി. ഇത് പാനിപൂരിക്കാർ ഓരോ ഭാഗത്തായിട്ട് തുടങ്ങി പരിപാടി. ചെറിയൊരു ടേബിൾ ഇട്ടാൽ പാനിപൂരി സ്റ്റാളായി. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇത് ഈ കാണുന്ന റൈറ്റിലെല്ലാം പെർമനന്റ് കടകളാണ്. ഇതെല്ലാം പെർമനന്റ് കടകളാണ്. ഈ കാണുന്ന ലെഫ്റ്റിൽ ഇവിടെയെല്ലാം ഇപ്പോൾ വന്നതാ. അത് സമൂസ ആക്കുന്നു. അതുപോലെ എല്ലാം റോഡുമല, എല്ലാം പരിപാടി എല്ലാം റോഡുമല. ഇവിടെ ഇവിടെ പാനിപൂരി കൊടുത്തു തുടങ്ങി. പിന്നെ ഇവിടെ എല്ലാം പാനിപൂരി, ഇവിടെ സാൻഡ്വിച്ച്, ദോശ, ജ്യൂസ്,
ഇതെല്ലാം ഇപ്പം വന്നേ, അതുവരെ ഉണ്ടായിരുന്നില്ല. കണ്ടോ, ഇങ്ങനെയാണ് ബോംബെയിലെ സ്ട്രീറ്റ് ഫുഡ് എന്നെല്ലാം പറയുന്നത്. ഇതിപ്പോൾ അത് അയാൾ അവിടെ തന്നെ താഴെ ഇരുന്നിട്ടെല്ലാം ഉണ്ടാക്കാൻ പിടിക്കുകയെല്ലാം ചെയ്യുന്നത്. സമൂസ, നമ്മളിതിപ്പോൾ സെൻട്രലാണ്, ഘാട്ട്കോപ്പർ ഈസ്റ്റ് സെൻറ്റർ. ഇവിടെ മോമോസ്, ഇവിടെ പാനിപൂരി, ഇതൊക്കെ പാനിപൂരി. കൂടുതലും പാനിപൂരി ഇവിടെ പോവുക. പിന്നെ പോവുക ബേൽപൂരി, പിന്നെ പാപ്പടി ചാട്ട്, ഇങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതൽ പോവുക. പാനിപൂരി 20 രൂപ തൊട്ടിട്ട് തുടങ്ങും, 6 പീസ്. ബേൽപൂരി 25, പാപ്പടി ചാട്ട് 30, ദഹിപ്പൂരി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ പോവുക. ഇത് നീലിയോഗ് മോള്. ഇവിടെ ഐനോക്സ് ഉണ്ടായിരുന്നു, ഇപ്പം ഐനോക്സ് റിപ്പയറില്ല, റെനോവേഷനില്ല. ഇതാണ് ഘാട്ട്കോപ്പർ. അതാ ഫ്ലൈറ്റ് പറക്കുന്ന കണ്ട. കുറേ നേരം ഞാൻ കാത്തിരിക്കുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ പോയിരുന്നെങ്കിൽ നല്ല വ്യൂ കിട്ടുമായിരുന്നു. നമ്മളിങ്ങോട്ട് താഴെ ഇറങ്ങി വന്നപ്പോഴാണ് ഇത് ഫ്ലൈറ്റ് മുകളിൽ കൂടെ പോകുന്നത്. ഏതായാലും വേറെ ദിവസം ഫ്ലൈറ്റ് സ്പോട്ടിങ് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഘാട്ട്കോപ്പറിൻ്റെ വീഡിയോസ്. കൂടുതലൊന്നുമില്ല, ഈ ചെറിയൊരു ഏരിയ മാത്രമേ കവർ ചെയ്യുന്നില്ലൂ ഘാട്ട്കോപ്പറിൽ. റെയിൽവേ സ്റ്റേഷൻ്റെ ഈസ്റ്റും വെസ്റ്റും. പിന്നെ കവർ ചെയ്യണമെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ ആണ് കൂടുതൽ, മാർക്കറ്റും റെസിഡൻഷ്യൽ ഏരിയ എല്ലാം. മെയിനായിട്ട് റെയിൽവേ സ്റ്റേഷൻ ചുറ്റിപ്പറ്റിയിട്ട് കുറേ എല്ലാ കാര്യങ്ങളും നടക്കുക ബോംബെയിൽ. അപ്പോൾ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വേറെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ ഫ്രം ഈറ്റ് ആൻഡ് സീ.